ശ്രദ്ധിക്കേ. സീത, ഇവിടെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവണമെന്ന് ദൈവത്തിന് തീരുമാനമായിരിക്കും. അതുകൊണ്ട് ചിലപ്പോ ആ ദൈവം എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതായിരിക്കും. നീ വാ. അമ്മേ, എനിക്കിപ്പം മനസ്സിലായി. ഞാനെടുത്ത ഡിസിഷൻ ശരിയാണെന്ന് നീ എനിക്ക് മനസ്സിലാക്കി തന്നു. സിയെ കാണാതായപ്പോ എന്റെ തീരുമാനം തെറ്റായോന്ന് ഞാൻ പേടിച്ചുപോയി. പക്ഷെ ഇപ്പോ എനിക്ക് എല്ലാത്തിനുള്ള ഉത്തരങ്ങൾ കിട്ടി. സിഹ എന്റെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവും. അവൾ എന്നെ വിട്ട് എവിടെയും പോവില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. രാമൻ അതിനൊരിക്കലും സമ്മതിക്കുകയില്ല. ഇതെനിക്ക് മനസ്സിലാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ഭഗവാനെ. റാം, ഞാൻ, സിഹി, ഞങ്ങൾ 3 പേര് ഒരുമിച്ച് വരണമെന്നുള്ളത് നിന്റെ തീരുമാനമായിരുന്നു. ഞങ്ങളെ 3 പേരെ ഇങ്ങോട്ട് എത്തിക്കാൻ നിനക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഇത്? മുത്തശ്ശൻ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ, എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ 3 പേര് ഒരുമിച്ച് അമ്പലത്തിൽ പോയി ആശീർവാദം വാങ്ങണമെന്ന്. പക്ഷേ ഈ തിരക്കിന്റെ ഇടയിൽ അതിനുള്ള സമയം ഉണ്ടാവില്ലെന്ന് കരുതി ഞാൻ മാറിയെന്ന. എന്നിട്ടും ദൈവം നമ്മളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചു. മുത്തശ്ശനോട് പോയി ഈ കാര്യം പറഞ്ഞ അദ്ദേഹം ഒരുപാട് സന്തോഷിക്കും. എനിക്കിപ്പോ ശരിക്കും നല്ല സമാധാനമുണ്ട് രാമ. പക്ഷേ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടെ പോയി കഴിക്കാം. ഓക്കെ ഫ്രണ്ട്, സീതമ്മയ്ക്ക് തൊട്ട് കൊടുക്കുന്നില്ലേ? സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ, അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ. പോകാം, വാ. വാ. അമ്മേ, നീ ചേർത്ത് വെച്ച ബന്ധമായത്. ഇതൊരിക്കലും കൈവിട്ടു പോകാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. പ്ലീസ് കാത്തോളനെ. സീമോളെ, ഇപ്പൊ തൽക്കാലം നമുക്ക് ഇവിടുന്ന് വല്ലതും കഴിക്കാം. പിന്നെ പോകുന്ന വഴി ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഗംഭീര ഫുഡ് കഴിക്കാം. ഓക്കേ ഫ്രണ്ട്. ഇപ്പൊ മോക്ക് എന്താ വേണ്ടേ? ബേൽപൂരി. ബേൽപൂരി ഉണ്ടോ? ഒരു പ്ലേറ്റ് എടുത്തോ. റാം, നിനക്ക് വേണ്ടേ? സീത, എനിക്ക് ഇതൊന്നും കഴിച്ച ശീലമില്ല. ഇറ്റ്സ് ഓക്കെ, വേണ്ട. എന്റെ ഈ പറയുന്നത് ഇത് വേണ്ടെന്നോ? ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, പിന്നെ ഇത് നിലത്ത് വെക്കില്ല നീ. ഓക്കെ, ഇപ്പൊ വേണ്ട, എനിക്ക് ശീലമില്ലാത്തോണ്ടാ, വേണ്ട. റാം, ഒറ്റ സ്പൂൺ ടേസ്റ്റ് ചെയ്ത് നോക്ക്. അത് കഴിഞ്ഞ് നീ എന്താ പറയുന്നത് നോക്കട്ടെ. പ്ലീസ് 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 കഴിക്ക് ഫ്രണ്ട്. വളരെ ടേസ്റ്റി ആയത്. ആണോ? പ്ലീസ്. ഓക്കെ, ഒരേ ഒരു സ്പൂൺ കേട്ടോ. ഓക്കെ. കൊള്ളാലോ, പുളിയരും കൂടെ മിക്സ് ചെയ്തൊരു ഡിഫറെന്റ് ടേസ്റ്റ്. ഒരു സ്പൂൺ കൂടെ നോക്കട്ടെ. കണ്ടോ, വേണ്ടാന്ന് പറഞ്ഞിട്ട് 2ാമത്തെ സ്പൂൺ ഇപ്പൊ കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റ്. ആക്ച്വലി ഇതിന് ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഈ പിസയുടെയും ബർഗറിന്റെ ഒക്കെ ഇടയ്ക്ക് ഞാൻ ഈ ബേൽപൂരിയുടെ ടേസ്റ്റ് അറിയാതെ പോയി. സീതാ, ഞാനൊരു പ്ലേറ്റ് വാങ്ങിയിട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, ഇവളത് കഴിച്ച് കംപ്ലീറ്റ് ചെയ്യൊന്നുമില്ല. ഇതിന്റെ പകുതി കഴിക്കുമ്പോഴത്തേക്ക് എരിയുന്നെന്ന് പറഞ്ഞ് അവള് നിർത്തിപ്പോയി വെള്ളം കുടിക്കും. അപ്പോഴത്തേക്ക് വയറ് നിറയും. ബാക്കി വേസ്റ്റ് ആവണ്ടല്ലോ, ഞാൻ കഴിച്ചോളാം. ദാ ഇത് കഴിക്കാം. ഓക്കെ, താങ്ക്സ്. വിശുക്കി സീത. എന്താ പറഞ്ഞേ? റിയലി ഡെലീഷ്യസ്.
വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് ഒരു പ്ലേറ്റ് മൊത്തം കഴിച്ചല്ലേ? അതിലെന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ആരാ? നീയല്ലേ. നീ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ടോ? പ്ലേറ്റ് കാലിയാവുന്നവരെ നന്നായിട്ടങ്ങ് ബാറ്റ് ചെയ്തു. സീത, നിനക്ക് മുല്ലപ്പൂ ഇഷ്ടമാണോ? മുല്ലപ്പൂ ഇഷ്ടമല്ലാത്ത പെണ്ണുങ്ങളുണ്ടോ? പക്ഷെ ഞാൻ എപ്പോഴും വെക്കാറില്ല, ഒക്കേഷണലി വെക്കാൻ എനിക്ക് ഇഷ്ടമാ. അതെന്താ? എന്താന്ന് ചോദിച്ചാ വെറുതെ. നീ വേറെ തമാശ പറയല്ലേ. കുറച്ചു മുമ്പ് നീ അവിടെ ആ പൂവ് നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടതല്ലേ? അതീ പൊരുവെയിലത്ത് പൂക്കൾ എങ്ങനെ ഇത്ര ഫ്രഷ് ആയിട്ട് നിൽക്കുന്നേന്ന് വെറുതെ നോക്കിയെന്നേ ഉള്ളൂ. അങ്ങനെയാണല്ലേ? എന്താ പിടിക്ക്. ഇതൊക്കെ വാങ്ങിയത് എന്തിനാ? എന്തിനാണെന്നോ? ഇനി അങ്ങോട്ട് നിന്റെ ലൈഫിൽ നീ എന്ത് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും അത് വാങ്ങിത്തരേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. സോ സ്വീകരിക്കുക, തലയിൽ ചൂട്. ഒരു മിനിറ്റ് തിരിഞ്ഞേ. വിളികൾ കോർക്കുമൊരു നോട്ടം പോലും തഴുകിടും സ്നേഹമായി. പഴയൊരോർമ്മകളെ മായ്ച്ചു നമ്മൾ പുതിയ നാളെയെ തേടി. ഇരു കൈകളും കോർത്തൊരേ നന്നായിട്ടുണ്ട്. നാം പോകവേ ഇരു ശ്വാസവും ചേർന്നൊരേ ഈണമായി നാം മാറവേ. പ്രണയതന്ത്രി മീട്ടുവാനെൻ പ്രാണനിൽ. നിങ്ങൾ എന്തിനാ അവിടെ കിടന്ന് ഉറങ്ങിയത്? എനിക്കപ്പോ ബോറടിച്ചു, അതുകൊണ്ടാ ഞാൻ സീതമ്മ അടുത്തേക്ക് പോയത്. പോകുമ്പോ നിനക്കൊരു വാക്ക് പറഞ്ഞിട്ട് പോവാൻ പാടില്ലേ? ഞങ്ങളൊക്കെ എത്ര വിഷമിച്ചത് നിനക്കറിയാവോ? ആവശ്യമില്ലാത്ത വർത്താനം പറയാൻ ഇത്രയും നാക്കുണ്ടല്ലോ നിനക്ക്. ചേച്ചി, ഇറ്റ്സ് ഓക്കെ. നിങ്ങളൊന്ന് സമാധാനപ്പെട്. അവള് സേഫായിട്ട് തിരിച്ചു വന്നില്ലേ? ടെൻഷൻ അവന് മാത്രം ഒന്നുമില്ല. എത്ര ടെൻഷൻ അടിച്ചെന്ന് ഞങ്ങൾക്കേ അറിയൂ. നീ സ്നേഹമുള്ളവന രാമ. കൃത്യസമയത്ത് അവരുടെ കൂടെ എത്തിയല്ലോ. ഞാനും അവരുടെ കൂടെ പോകേണ്ടതായിരുന്നു ചേച്ചി. അങ്ങനെയായിരുന്നു ഇങ്ങനെയൊന്നും ഉണ്ടാവാറുന്നില്ല. ഇതെന്നെ കൂട്ടാതെ പോയതല്ലേ, അതുകൊണ്ടാ. അത് ശരിയാ. നീ ഇനി ഇവന്റെ ഭാര്യയാകാൻ പോവാ. ഇനി എങ്ങോട്ടെങ്കിലും പോകുമ്പോ ഇവനെ കൂട്ടാതെ പോകല്ലേ സീത? എനിക്ക് വല്ലാതെ ക്ഷീണം തോന്നുവാ. മല കയറി 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 സീതമ്മ കാല് വേദനിക്കുവാ. മോളെ, എണ്ണ തേച്ച് കുറച്ചു നേരം കിടന്നാ മതി, എല്ലാം ശരിയായിക്കോളും. റാം, വീട്ടിലേക്ക് വാ. ഇറ്റ്സ് ഓക്കെ സീത, ഇപ്പൊ വേണ്ട, ഞാൻ പോയിട്ട് വരാം. വന്നൊന്ന് കേറിയിട്ട് പോ. ഞാനെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ടൊക്കെ പോവാം. വന്ന് കഴിക്കാൻ പറയുന്നത്. വിളിച്ചോണ്ട് വാ. വീട്ടിലേക്ക് വാ വാ വാ. ചേച്ചി, റാം ഇവിടെ വന്ന് കഴിക്കോ അതോ സീതയുടെ കൂടെ ആയിരിക്കോ എന്ന് ഭക്ഷണം? നീ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കിക്കോ സാധന. പ്ലാൻസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അവൻ എന്നെ വിളിച്ചു പറഞ്ഞോളൂ. സീതയെ കാണാൻ വേണ്ടി പോയതല്ലേ? വരുമെന്ന് ഉറപ്പാണോ? ആദ്യമൊക്കെ ഇരിക്കുന്നതും നിൽക്കുന്നതും ഒക്കെ പറയുന്നതായിരുന്നു. ആദ്യമൊക്കെ മേമേ മേമേന്ന് വിളിച്ച് പുറകെ തന്നെയായിരുന്നു. ഇനിയിപ്പോ കല്യാണം ഒക്കെ അല്ലേ? കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇനി സീതയായിരിക്കും ഇമ്പോർട്ടന്റ്. സീത രാമനോട് ഇന്നൊരു ദിവസം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞാ വേണ്ട, ഇന്ന് ഞാൻ മേമയുടെ കൂടെ കഴിക്കുന്നുള്ളൂ എന്ന് അവന് പറയാൻ പറ്റുമോ? ആ ശരി സീതെ, നീ പറഞ്ഞ പിന്നെ അപ്പീലില്ലെന്ന് പറയും അല്ലേ ചേച്ചി? നീ മിടിക്കുക സാധന. കല്യാണം കഴിഞ്ഞ പ്രയോറിറ്റീസ് ഒക്കെ മാറുമെന്നുള്ളത് എനിക്കും അറിയാം. ഇപ്പൊ എന്താ, അപ്പോ ഭക്ഷണം കഴിക്കാൻ വരുമെന്നുള്ളത് നിനക്കറിയണം. അത്രയല്ലേ ഉള്ളൂ. ഭാർഗു, നീ ഇപ്പോ വെറുതെ അവനെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, അവര് കല്യാണം ഇതുവരെ കഴിക്കാത്ത യങ് കപ്പിൾസ് അല്ലേ? ഇന്നിങ്സ് തുടങ്ങേണ്ടി വരും, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ഒക്കെ നടക്കേണ്ടി വരും. അല്ല, സംസാരിച്ചിട്ട് അവൻ വളരെ സമാധാനമായിട്ട് ഇങ്ങോട്ട് വന്നോളും ഭാർഗു. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം പോലെ, അതൊക്കെ നിന്റെ തീരുമാനം. അല്ല ഏട്ടാ, നിങ്ങളുടെ പെണ്ണുമ്പിള്ളയ്ക്ക് പ്രൈവസി എന്ന വാക്കിന്റെ സ്പെല്ലിങ്ങോ അതിന്റെ അർത്ഥമോ എന്തെങ്കിലും അറിയാമോ? അറിയില്ല. അവൻ പറഞ്ഞിട്ട് പോയതല്ലേ സീതയുടെ കൂടെ ആയിരിക്കും എന്നുള്ള കാര്യം.
പിന്നെന്തിനാ വീണ്ടും വീണ്ടും ഫോൺ ചെയ്ത് എവിടെയാന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്? എൻ്റെ അനിയ, എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനും നിന്നെ പോലെ തന്നെയാ, മൂക പ്രേക്ഷകൻ. ഇപ്പൊ വേണ്ട. സീത ഒരു മിനിറ്റ്, മേമ കോൾ ചെയ്യുന്നേ. മേമ പറ. അപ്പോ ഇപ്പൊ ഞാൻ വിളിക്കാൻ പ്ലാൻ ചെയ്ത അപ്പോഴത്തേക്കും മേമേനെ ഇങ്ങോട്ട് വിളിച്ചു. സോറി ഡിസ്റ്റർബ് ആയോ നിനക്ക്? സീതയുടെ കൂടെയല്ലേ ഉള്ളത്? എന്തിനാ അവനെ കാണാൻ പോകുന്നത്? എല്ലാം ഓക്കെ അല്ലേ? അത് എനിക്കെങ്ങനെയാടാ അറിയാ? അവൻ എന്റെ അടുത്ത് എന്തെങ്കിലും ഷെയർ ചെയ്യാറുണ്ടോ? എല്ലാ കാര്യം നിന്റെ അടുത്ത് വന്നല്ലേ ഷെയർ ചെയ്യാറുള്ളത്. അപ്പൊ പിന്നെ നീ ചോദിച്ച് മനസ്സിലാക്കണം. അതൊക്കെ വിട്. നീ ഇപ്പൊ സീതയുടെ കൂടെയല്ലേ ഉള്ളത്. സ്പെൻഡ് എ ബ്യൂട്ടിഫുൾ ടൈം. ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഒരു കാര്യം അപ്പോ, നീ അവിടെ നിന്ന് കഴിച്ചിട്ട് വായോ. ഇനി വീട്ടിൽ വന്ന് ചോറും ചായയും ചോദിച്ചാ ഇവിടെ നിന്നൊരു വക കിട്ടില്ല. ഹാവ് എ ഗുഡ് ടൈം അപ്പു. വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് അശോകിനെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് വാ. ഓക്കെ മേമ. ബട്ട് അശോകിനെ കുറിച്ച് ഇപ്പൊ ചോദിക്കുന്നതിന്റെ കാര്യം എന്താ? വാട്ട്സ് റോങ്? അവൻ എന്തെങ്കിലും പ്രോബ്ലത്തിൽ പെട്ടിരിക്കുകയാണോ? നോ 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 നോ, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കടാ. അപ്പോ നാളെ അശോകിനെയും പ്രിയയും വീട്ടിലേക്കൊരു വിരുന്നിന് വിളിക്കാം. ഓക്കെ, മറക്കല്ലേ? ഷോ മേമ. ഇപ്പൊ നീ സീതയുടെ കൂടെയാ. ഹാവ് എ ഗുഡ് ടൈം. ബൈ. ബൈ. റാം, ഐ എം സോറി. ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചതേ ഇല്ല. നിന്റെ വീട്ടുകാരൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. നീ രാവിലെ ഇറങ്ങിയതല്ലേ അവിടുന്ന്? നത്തിങ് ടു വറി സീത. എല്ലാം ഓക്കെ അല്ലേ? നിങ്ങൾ സേഫ് ആയിട്ട് തിരിച്ച് വീട്ടിലെത്തിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി മേമ വിളിച്ചേ ഉള്ളൂ. എന്നാ കുഴപ്പമില്ല. ഇതാ കഴിക്കേ. സീത ഒരു മിനിറ്റ്. ഞാനിപ്പോ ഇവിടുന്ന് ആഹാരം കഴിക്കാതെ പോയാ നിനക്ക് വേറെ ഒന്നും തോന്നില്ലല്ലോ? അതെന്താ ഫ്രണ്ട്, നീ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കില്ലേ? റാം, എന്തു പറ്റി? ആക്ച്വലി എനിക്ക് ഉടനെ പോണം സീത. ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. അശോകനെ വേഗം പോയി മീറ്റ് ചെയ്യണം. ഇറ്റ്സ് ഓക്കെ റാം, ഐ അണ്ടർസ്റ്റാൻഡ്. നീ പോയിക്കോ. ഒരു ജീവിതം മുഴുവൻ ഒരുമിച്ച് കഴിക്കാൻ ബാക്കിയുണ്ടല്ലോ. സിമളെ, സോറി ചക്കരെ. നെക്സ്റ്റ് ടൈം പക്ക. ഓക്കെ അല്ലേ? ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ. ഫ്രണ്ട്, നിനക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുന്ന് പോയാ പോരെ? സിഹി പ്ലീസ്, വാശി പിടിക്കലേ മോളെ. നീ വെറുതെ സംസാരിച്ച് വൈകാൻ നിൽക്കണ്ട. ഓക്കെ. ഒരു മിനിറ്റ് ഫ്രണ്ട്, എനിക്ക് നിന്റെ കൂടെ ഡിന്നർ പാർട്ടി വേണമെന്നുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. നീ ജസ്റ്റ് ഒന്ന് പറഞ്ഞാ പോരെ. നെക്സ്റ്റ് ടൈം ഗ്രാൻഡ് ഡിന്നർ പാർട്ടി. റാം, ഞാനത് ബോക്സിലാക്കിയിട്ടുണ്ട്. സമയം കിട്ടുന്ന പോലെ എടുത്ത് കഴിക്കണേ. താങ്ക്സ് സീത. ബൈ. ബൈ ഫ്രണ്ട്. ബൈ ചക്കരെ. ഹേയ് മൂകപ്രേക്ഷകരെ, എന്തു പറ്റി? എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാനെന്താ പറഞ്ഞേ? ചേച്ചി പറഞ്ഞത് വിഷു പറഞ്ഞില്ലേ? അപ്പോ പുതിയ ഇന്നിങ്സ് തുടങ്ങുമെന്ന്, ഡിസ്കസ് ചെയ്യാനൊക്കെ സമയം വേണമെന്ന്, സീതയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അതിലെന്തിപ്പോ തെറ്റ്? ഏയ് ഇല്ല, നോ ബാർഗു, നോ 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 നോ, തെറ്റൊന്നുമില്ല. ഡെഡ് ബോൾ, ഡെഡ് ബോൾ. പിന്നെന്താ രണ്ടാളും കിളി പോയ പോലെ ഇരിക്കുന്നത്? അപ്പു വരില്ല.
പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ഇന്നിങ്സ് തുടങ്ങിക്കോളൂ. ബ്രദറെ, ഇന്നിനി സൂര്യൻ പടിഞ്ഞാറുന്നുദിച്ച് കിഴക്ക് പോയി അസ്തമിക്കുമോ എന്നാണ് എന്റെ ഒരു സംശയം. അല്ല, പറഞ്ഞിട്ട് പോയത് നിന്റെ ഭാര്യ തന്നെയാണല്ലോ അല്ലേ? അവളാ ഫോൺ ചെയ്തത് അതിനു വേണ്ടി തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. വാട്ട് എ ചേഞ്ച് ഓവർ അന്യ. എല്ലാം വെറും മായ. പക്ഷേ ഇതല്ല. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായ പിന്നെ ഞാനും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? രാമനും സീതയും ഒരുമിച്ച് നിൽക്കൂ, അതിന് ഞാൻ സമ്മതിക്കോ? കുട്ടികളെ എപ്പ തല്ലണം എപ്പ തലോടണമെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. രാം സാറേ, എനിക്കെല്ലാം ഭേദമായിട്ട് മരുന്ന് വാങ്ങിയിട്ട് വരാന്ന് കള്ളം പറഞ്ഞിട്ടാ ഞാൻ വന്നേ. അങ്ങനെ പറഞ്ഞല്ലോ എന്ന് കരുതി എന്തെങ്കിലും വാങ്ങണല്ലോ എന്ന് ഓർത്തിട്ടാ ഈ സീതോപ്പലാതെ ചൂർണം വാങ്ങിയത്. എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലേ, എന്താ അത്? അഞ്ജു, അന്നെന്തോ എന്റെ മനസ്സത്ര ശരിയായിരുന്നില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. നിനക്കൊരുപാട് ഹേർട്ടായിട്ടുണ്ടാവൂല്ലേ? സോറി. ഞാൻ ശരിക്കും നിങ്ങളെയല്ലേ വേദനിപ്പിച്ചത്? നിങ്ങൾ എന്നോട് ശരിക്കും സംസാരിക്കാത്തത് എന്താന്ന് ആലോചിച്ചാ എനിക്ക് വയ്യാതായത്. രാമേട്ടന്റെ എൻഗേജ്മെന്റിന് വരെ പോകാൻ കഴിഞ്ഞില്ല. ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ വീട്ടിൽ ആരും എന്നെ ക്ലിനിക്കിലേക്ക് പോവാൻ സമ്മതിക്കുന്നില്ല. റെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ് വീട്ടിൽ തന്നെ പിടിച്ചിരുത്ത. എനിക്ക് കുറെ നേരം പുറത്തിങ്ങനെ നിൽക്കാൻ കഴിയില്ല രാം സാറേ, സോറി. അയ്യോ, എന്റെ കൂടെ നിൽക്കുന്നത് അത്രയ്ക്കും ബുദ്ധിമുട്ടാണോ? പക്ഷെ ഞാനിനി എന്താ ചെയ്യാ അഞ്ജു? നീ എന്റെ ജീവനായി മാറിയില്ലേ, എന്റെ സർവ്വത നീയായില്ലേ. ഐ ലവ് യു അഞ്ജു. അഞ്ജു, നീ ഒന്ന് മനസ്സിലാക്കിക്കോ. ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊരാൾക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല അഞ്ജു. ഞാൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അയ്യോ, ഇത് കണ്ടോ, ഇതുപോലെ സംസാരിച്ചോണ്ടിരിക്കും. അതൊക്കെ പോട്ടെ, രാമേട്ടന്റെ എൻഗേജ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നീ പോവാത്തോണ്ട് അവരെ നിന്നെ അന്വേഷിച്ച് വന്നു കാണുമല്ലോ. ഇല്ല, ഏട്ടൻ മെസ്സേജ് ചെയ്തിരുന്നു എങ്ങനെയുണ്ടെന്ന് ചോദിച്ച. ആണോ? അല്ല, നിനക്കൊട്ടും വയ്യാന്നറിഞ്ഞിട്ടും നിന്നെ കാണാൻ വന്നില്ല? ഇത്ര ചെറിയ പനിക്കൊക്കെ ആരെങ്കിലും കാണാൻ വരുമോ? അതുമല്ല, ചേട്ടൻ നല്ല ബിസിയാണ്, പാവം. അതെ, അത് ശരി. നമ്മുടെ കല്യാണം എപ്പോഴാ? അഞ്ജു, നിനക്കറിയോ, എനിക്കിപ്പോ നിന്നെ ഒരുപാട് ദിവസം വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല. അഞ്ജു, അവരുടെ കല്യാണം കഴിയുന്നതുവരെ നമ്മൾ കാത്തിരിക്കണോ? അതിനു മുമ്പേ നമുക്ക് കല്യാണം കഴിച്ചാലോ? അതെങ്ങനെയാ രംസാര ശരിയാവുക? ഏട്ടന്റെ കല്യാണത്തിന് ഒരുക്കങ്ങൾ നടക്കുമ്പോ എന്റെ കല്യാണം നടത്തി തരാൻ എനിക്ക് പറയാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യാം, ഏട്ടന്റെ കല്യാണത്തിന് നിങ്ങളും വാ. അവിടുന്ന് എല്ലാം പറയാം നമുക്ക്. അതിന്റെ കൂടെ മുത്തശ്ശന്റെ ആശീർവാദവും ലഭിക്കും നമുക്ക്. അഞ്ജു, എന്റെ ജോലി ഒന്ന് ശരിയാവട്ടെ. അത് കഴിഞ്ഞ് ഞാൻ തന്നെ വന്ന് നിന്റെ വീട്ടുകാരെ മീറ്റ് ചെയ്യാം. ആ ദിവസത്തിന് വേണ്ടിയാ ഞാനും കാത്തിരിക്കും. അഞ്ജു, ആരുമില്ലാത്തൊരു അനാഥന് വലിയൊരു കുടുംബം ലഭിക്കാൻ പോവാ. ഞാൻ എത്ര ലക്കിയാണല്ലേ അഞ്ജു? അതെ. ന്യൂസ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലായിടത്തും ട്രെൻഡ് ആയിരിക്കുകയാണ് ശ്രീറാം ദേശായ്. ഡിഡി ഹിൽസ് ദേവരാജൻ ദുർഗാമലയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ സംരക്ഷിച്ച് ശ്രീറാം ദേശായ്. എന്താടാ, വല്ലാതെ ഫേമസ് ആയല്ലോ നീ. എല്ലായിടത്തും നീയാ ട്രെൻഡിങ്. സീതയും സിഹയൊക്കെ സേഫായിട്ട് വീട്ടിലെത്തിച്ചോ? അതേടാ, കാണാതായ കുട്ടിയെ ഒരു വിധത്തിൽ കണ്ടെത്താൻ പറ്റും. പക്ഷെ ഈ നിൽക്കുന്ന വലിയ മനുഷ്യന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടാത്തത്. എന്താടാ പറയുന്നേ? എടാ, എന്റെ അടുത്തൊന്നും നീ എന്തായാലും മറച്ചു വെക്കുന്നുണ്ടോ? ഇതെന്താടാ നീ ഇങ്ങനെ ചോദിച്ചേ? എടാ, മേമയ്ക്ക് ഇപ്പൊ നിന്നെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. എനിക്ക് ഇവിടേക്ക് തോന്നാറുണ്ട് നീ എന്തോ വലിയ പ്രശ്നത്തിൽ പെട്ടു നിൽക്കുകയാണെന്ന്. എന്താണെങ്കിലും പറഞ്ഞൂടെ? ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഞാനില്ല ഇവിടെ. ടോക്ക് ടു മീ. മേമ എന്തു പറഞ്ഞു? എന്നെ കുറിച്ച് എന്താ ആലോചന? അതൊന്നും എനിക്കറിയില്ല അശോക. പക്ഷെ ഇപ്പൊ നിന്നെ കുറിച്ച് മാത്രമേ ആലോചനയുള്ളൂ. അവൾ എന്നോട് പറഞ്ഞപ്പോ എനിക്കും അങ്ങനെ തോന്നി. ഹേ, അതൊക്കെ നിനക്ക് തോന്നിയാടാ. എടാ, നീ ഇപ്പൊ അതെല്ലാം വിട്. നാളെ ആദ്യം പ്രേമ ആന്റി, പ്രിയ, അഞ്ജു ഇവരെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവന്നേ. മേമ നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. ഡാ
അഞ്ജു ഓക്കെ ആയോ ഇപ്പോ? ആ അവള് പുറത്തു പോയതാണ്. എൻഗേജ്മെന്റിനും അവള് വന്നില്ല. അറ്റ്ലീസ്റ്റ് വീട്ടിലേക്കെങ്കിലും അവളെ കൊണ്ടുപോവാ. പെങ്ങളായിട്ട് എനിക്ക് അവള് മാത്രമേ ഉള്ളൂ, അത് ഓർമ്മയുണ്ടല്ലോ. ശരി, അഞ്ജുവിനെ പ്രിയൊക്കെ ഞാൻ തന്നെ വിളിച്ചോളാം. ഹേയ്, അത്ര ഫോർമാലിറ്റി ഒന്നും വേണ്ട. ഞാൻ നാളെ അവരങ്ങ് കൊണ്ടുവരാം. ശരിയാവട്ടെ. സീ യു ടുമോർ ദെൻ. ബൈഡാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ട്രെൻഡിങ് സ്റ്റാർ, ട്രെൻഡിങ് സ്റ്റാർ. ഈ ഭാർഗവി മേമ ഞാൻ പ്രതീക്ഷേനേക്കാളും ഡേഞ്ചറസ്. റാമൻ എന്തോ പറഞ്ഞ് തിരിപ്പിച്ചതാ. ചരണയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. എൻ്റെ തലയ്ക്ക് അടികിട്ടിയതും ചരണും ചാന്ദിനൊക്കെ മിസ്സായതും ഇതിൻ്റെ എല്ലാം പുറകില് ഭാർഗവി മേമാണെന്ന് എനിക്ക് തോന്നുന്നത്. നാളെ അവർ കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരിക്കും? അഞ്ജു, നിനക്കിപ്പോ തന്നെ പോണോ? ലേറ്റ് ആയില്ലേ രാം സാറേ? ഇനിയിപ്പോ ഈ സീതോപലാത്തി ചൂർണം ഇവിടെ എവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്ലിനിക്കിൽ പോയി എടുക്കേണ്ടി വന്നതുകൊണ്ട് ലേറ്റ് ആയതാണെന്നൊക്കെ വീട്ടിൽ കളവ് പറയേണ്ടി വരും എനിക്ക്. എനിക്കിങ്ങനെ വീട്ടുകാരുടെ അടുത്ത് കള്ളം പറയുന്നത് ഇഷ്ടമല്ല രാം സാറേ. എന്നാലും ഞാൻ കാരണം നിനക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലേ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ നിങ്ങളിപ്പോ വല്ലാത്ത വാശി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും എന്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞാ അതെങ്ങനെ നടക്കാനാ? പിന്നല്ലാതെ എനിക്ക് നിന്നെ വിട്ട് നിൽക്കാൻ കഴിയില്ല. കല്യാണം കഴിക്കാന്ന് പറഞ്ഞാ നീ കേൾക്കില്ല. അഞ്ജു, നമുക്കൊരുമിച്ചൊരു സെൽഫി എടുത്താലോ? ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അഞ്ജു. അറ്റ്ലീസ്റ്റ് ഫോട്ടോയിലെങ്കിലും നിന്നെ കണ്ടോണ്ടിരിക്കാലോ. ശരി. അല്ല, വാവ് അഞ്ജു, നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ. അഞ്ജു വാ, മഴയത്തൊരു വാക്കിംഗ് ആവാം. ഈ മഴയത്ത് വാക്കിങ്ങിന് പോയ രണ്ടാൾക്ക് പനി പിടിക്കും കേട്ടോ. അയ്യോ കുഴപ്പമില്ല, വാ അഞ്ജു, നല്ല രസമായിരിക്കും. എന്നാ ഞാൻ കൊട എടുത്തിട്ട് വരാം. അഞ്ജു, രണ്ടുപേരും ഒരു കൊടക്കീഴിൽ നടക്കുന്ന എന്ത് രസമായിരിക്കും അല്ലേ? വാ പോവാം. ശ്രീരാമേട്ടൻ,